നിയമസഭയിൽ ബി.ജെ.പിക്ക് ഓഫീസ് അനുവദിച്ചു. ബി.ജെ.പിക്ക് ആദ്യമായാണ് കേരള നിയമസഭയിൽ ഓഫീസ് ലഭിക്കുന്നത്. നിയമസഭാ സമുച്ചയത്തിലെ 303 നമ്പർ മുറിയിലാണ് പാർലമെന്ററി പാർട്ടി ഓഫീസ്. പൂജയ്ക്ക് ശേഷം ഓഫീസ് തുറക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഈ ഒരു കക്ഷിക്ക് ഓഫീസ് അനുവദിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഇത്തവണ 3 അംഗങ്ങളാണ് ജിംസ് ബി.ജെ.പിക്ക് ഉള്ളത്. നേരത്തെ ഒരംഗം രാജഗോപാൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കക്ഷി നേതാക്കൾക്കായുള്ള കക്ഷികളുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി ബി.ജെ.പിക്ക് മുറി നൽകിയിരുന്നില്ല. ഇപ്പോൾ നിയമസഭാ സമുച്ചയത്തിലെ 303 നമ്പർ റൂം അനുവദിച്ചുള്ള ഉത്തരവാണ് നിലവിൽ സ്പീക്കറുടെ ഓഫീസ് ഇറക്കിയിരിക്കുന്നത്, നിയമസഭാ സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്നത്. ഇങ്ങനെ 303 നമ്പർ റൂം ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി മാറും. നിലവിൽ യുവമോർച്ച നേതാവിനാണ് ഓഫീസ് സെക്രട്ടറിയുടെ ചുമതല നൽകിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി നിയമസഭാ മന്ദിരത്തിനകത്ത് ഒരു ഓഫീസിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടി എന്തായാലും ഉണ്ട്. 3 അംഗങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് ഇത്തവണ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ പാർലമെന്ററി പാർട്ടി ഓഫീസായി 303 നമ്പർ ലഭിച്ചിരിക്കുന്നു. പൂജയ്ക്ക് ശേഷം പൂജാ പരിപാടികളൊക്കെ നടത്തിയ ശേഷമായിരിക്കും ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ നേതാക്കൾ അറിയിക്കുന്നത്. ഏതായാലും പാർലമെന്ററി പാർട്ടി നേതാവായി ബി ഗോപകുമാറിനെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിരുന്നു. ഒപ്പം തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി മത്സരിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് നിലവിലിപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പിക്ക് കക്ഷി നേതാക്കൾക്ക് അവരുടെ യോഗങ്ങൾ ഉൾപ്പെടെ ചേരാൻ നടപടിക്രമങ്ങൾ നടത്താൻ ഒക്കെയായി പാർലമെന്ററി പാർട്ടി ഓഫീസ് അനുവദിച്ചിരിക്കുന്നത്. ജിംസ്.